ഇന്ന് നമ്മൾ ഉള്ളത് ധർമ്മടം ബീച്ചിലാണല്ലോ. ധർമ്മടം ബീച്ചിലെ ധർമ്മടം തുരുത്ത് കാണാനാണ് ഇന്ന് പോകുന്നത്. ധർമ്മടം ബീച്ച് എന്നത് ഒരുപാട് കാറ്റാടി മരങ്ങൾ നിറഞ്ഞതായിരുന്നു. ഇപ്പോൾ പാർക്ക് വന്നതിന് ശേഷം ആ കാറ്റാടി മരങ്ങൾ കുറവാണ്. ബീച്ചിലെ തന്നെ ഏറ്റവും വലിയ പാർക്ക് നിങ്ങൾ കണ്ടല്ലോ. ആ പാർക്കിലൂടെ നടന്നിട്ടാണ് നമ്മൾ ഈ ബീച്ചിൻ്റെ തീരത്ത് വന്നത്. പാർക്കിന് വേണ്ടിയാണ് തോന്നുന്നു ഒരുപാട് കാറ്റാടി മരങ്ങൾ മുറിച്ചത്. ഞാൻ ഇവിടെ കല്യാണത്തിന് ശേഷം വന്നതായിരുന്നു. ആ സമയത്ത് ഇവിടെ തിങ്ങി നിറഞ്ഞ കാറ്റാടി മരങ്ങൾ ആയിരുന്നു. ഇപ്പോൾ എല്ലാം പോയി. അവിടെയായി കുറച്ച് കാറ്റാടി മരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അന്നൊക്കെ ഈ ധർമ്മടം ബീച്ചിൻ്റെ ഭംഗി തന്നെ ആ കാറ്റാടി മരങ്ങൾ ആയിരുന്നു കേട്ടോ. എന്തൊരു രസമായിരുന്നെന്നോ ഈ കാറ്റാടി മരങ്ങളുടെ നടുവിലൂടെയൊക്കെ നടക്കാൻ. ഇപ്പോഴും അതിൻ്റെ ഒരു ഇത് നമുക്ക് വിട്ടുമാറില്ല. ഇനി നമുക്ക് തുരുത്തിലേക്ക് പോവാം. തലശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ധർമ്മടം. ഈ ധർമ്മടം ബീച്ചിലെ ധർമ്മടം തുരുത്ത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. തുരുത്ത് കാണുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾക്കുള്ള പാർക്കും ഉള്ളതുകൊണ്ട് എല്ലാവരും ഞായറാഴ്ചയൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ ബീച്ചിൽ കളിക്കുന്നത് നമുക്ക് കാണാം. ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെയായി ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. ധർമ്മടം തുരുത്തിൻ്റെ ഒരു ദൂരക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തൊരു ഭംഗിയാണെന്നോ ആ കാഴ്ച കാണാൻ. വൈകുന്നേരമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങി. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആസ്വദിക്കുകയാണ് ഈ ബീച്ചിൻ്റെ സൗന്ദര്യം. മഴക്കാലമായതുകൊണ്ട് തന്നെ കാർമേഘങ്ങൾ മൂടിയിരിക്കുന്നു സൂര്യനെ. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് തലശ്ശേരിയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചും കാണുവാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ധർമ്മടം ബീച്ചിലാണ്. ധർമ്മടം തുരുത്താണ് ആ കാണുന്നത്. ആ ദൂരെ കാണുന്നത് ധർമ്മടം തുരുത്താണ്. നമുക്ക് അവിടേക്കൊന്ന് പോവാം. അവിടം വരെ നമുക്കൊന്ന് നടന്നു പോയേക്കാം. കണ്ടോ കുട്ടികൾ പട്ടമൊക്കെ പറത്തുന്നത്? ചില ആൾക്കാർ ഇവിടെ പട്ടം പറത്തുന്നു. തിരകളുടെ ഭംഗി ആസ്വദിക്കാൻ ഞാനൊന്ന് തിരകളിലേക്ക് ഇറങ്ങിച്ചെന്നു. കണ്ണൂർ ജില്ലയിലെ 2 ഹെക്ടർ വിസ്തീർണം വരുന്ന ഒരു വലിയ ദ്വീപാണ് ധർമ്മടം തുരുത്ത്. ദൂരെയായി ആ കാണുന്നത് കപ്പലിൻ്റെ ചില അവശിഷ്ടങ്ങൾ ആണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കേരളത്തിലുള്ള ഒരു കൊച്ചു കേരളമായി നമുക്ക് ധർമ്മടം തുരുത്തിനെ കാണാം. ഒരുപാട് തെങ്ങുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് അവിടെ. നമ്മൾ ഈ കാണുന്നത് ധർമ്മടം തുരുത്ത് കപ്പലിന്റെ അവശിഷ്ടങ്ങളാണ്. പണ്ടതവിടെ നങ്കൂരമിട്ട് വെച്ചതായിരിക്കണം. ആ കപ്പലിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കമ്പികൾ ഇവിടെ കാണാം. കരയോട് ചേർന്ന് ബന്ധിപ്പിച്ച് അതിവിടെ നങ്കൂരമിട്ട് വെച്ച കമ്പികളാണ് കാണുന്നത്. അതൊക്കെ തുരുമ്പെടുത്ത് കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, തുരുമ്പ് പിടിച്ചിരിക്കുക. കപ്പലുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവശിഷ്ടങ്ങൾ കരയോട് ചേർന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. കപ്പലിൽ നിന്നും ചരക്കുകളൊക്കെ കയറ്റാനും ഇറക്കാനും ഉപയോഗിക്കുന്നത് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. കടൽ എന്നത് മനുഷ്യന് കണ്ടാലും പ്രതിഭാസം തന്നെയാണ്. കടപ്പുറത്തുകൂടെ നടക്കാനും ഓടിക്കളിക്കാനും ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. എല്ലാവരും അതിന് തന്നെയാണല്ലോ കടൽ കാണാനും വരുന്നത്. ഞാനിവിടെ ആദ്യമായി വന്നത്, അതായത് ധർമ്മടം തുരുത്തിൽ ഞാൻ ആദ്യമായി വന്നത് എന്റെ കല്യാണത്തിന് ശേഷമുള്ള വീഡിയോ എടുക്കാനാണ്. ആ വീഡിയോ ഇപ്പൊ ഇല്ല. പണ്ടൊക്കെ വീഡിയോ ആയിരുന്നല്ലോ. ഇപ്പോഴല്ലേ
സി ഡിയും കഴിഞ്ഞു. കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് നമ്മളെ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു. ഇതാ അവിടെ ആ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് കാറ്റാടി മരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചിലതൊക്കെ കടലെടുത്ത് കാണും. അതായിരിക്കണം ഇങ്ങനെ വിജനമായത്. അന്ന് ഈ തുരുത്ത് ഇത്രയും വികസിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയത്. ചിലരൊക്കെ ഇവിടെ മണലിൽ എഴുതി തുടങ്ങി കേട്ടോ. തിര വന്ന് കൊണ്ടുപോകുമോ എന്ന് നോക്കാനാണ്. ഒരു പേരെഴുതിക്ക് മയങ്ങും നോക്കുക. പേരുകൾ മുഴുവനാക്കേണ്ട തിരക്കിലാണ് രണ്ടുപേരും. ഈ തുരുത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തലശ്ശേരിയിൽ നിന്നും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ധർമ്മടം തുരുത്തിലെത്തും. ഇവിടെ നിന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കെത്തും. അത് ഡ്രൈവിംഗ് ബീച്ചാണ്. തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ധർമ്മടം തുരുത്തും മുഴപ്പിലങ്ങാട് ബീച്ചും. മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. സാഹസിക വിനോദയാത്രയ്ക്ക് ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ധർമ്മടം ബീച്ചും ധർമ്മടം തുരുത്തുമൊക്കെ. വെക്കേഷൻ സമയത്ത് കുടുംബസമേതം വരുന്ന ഏതൊരാൾക്കും ഈ ബീച്ചും പാർക്കും ഒക്കെ ആസ്വദിച്ച് മടങ്ങാം. ഇപ്പോൾ തുരുത്തിൽ വേലിയേറ്റ സമയമാണ്. അതുകൊണ്ട് തന്നെ തുരുത്തിലേക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. കുട്ടികൾ തുരുത്തിൻ്റെ കുറച്ചപ്പുറത്തായി കുളിക്കുന്നത് കാണാം. കുട്ടികൾ കുളിക്കാൻ പാടില്ല എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും അവരുടെ പേരൻസ് അവരുടെ ഒപ്പരം തന്നെയുണ്ട്. പിന്നെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഇത് അവരുടെ കാലമല്ലേ, അല്ലേ? പക്ഷേ ഈ ബീച്ചിൽ വരുന്നവർക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഇവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്. കാർമേഘമൊക്കെ പോയി ഇതാ ഇപ്പോൾ സൂര്യൻ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ വെളിച്ചം കടലിൽ അടിച്ചു തുടങ്ങി. സാധാരണ കടലിൽ കുറച്ചുകൂടി താഴോട്ടായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ വേലിയേറ്റ സമയമായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ വേലി ഇറക്ക സമയത്ത് നമുക്ക് കടലിലൂടെ അപ്പുറത്തേക്ക് നടന്നു പോകാം. ദ്വീപിലേക്ക് ആ സമയത്താണ് ആൾക്കാർ പ്രവേശിക്കുന്നത്. പക്ഷേ അനുവാദമില്ലാതെ ദ്വീപിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം സ്വകാര്യ സ്വത്തായ ഈ തുരുത്ത് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലാണ്. വിനോദ സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങുകയാണ്. എല്ലാവർക്കും കടലിൽ ഇറങ്ങി കളിക്കാനാണല്ലോ ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള പാറക്കെട്ടുകളിൽ കയറി കളിക്കുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. എല്ലാവരും അതിൻ്റെ പരിശ്രമത്തിൽ തന്നെയാണ്. വെള്ളം മാറുമ്പോൾ മാത്രമാണ് ഇത് നടക്കുക എന്നുള്ളതുകൊണ്ട് കുട്ടികളും അതിന് ശ്രമിക്കുന്നുണ്ട്. താഴ്ന്നപ്പോ ഓടിക്കോ. ആ തുരുത്തിലേക്ക് അതിക്രമിച്ച് കയറുന്നവർക്ക് കാണാനായി ആ പാറക്കെട്ടിന് മുകളിൽ ഒരു നോട്ടീസൊക്കെ പതിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വായിച്ചു നോക്കാം. ഇവിടെ പിന്നെ എത്ര നമ്മളോട് കടലിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ഇറങ്ങിപ്പോകും. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടം. അവിടെ കൊടുത്തിരിക്കുന്ന നോട്ടീസ് അത്ര വ്യക്തമല്ല. എന്നായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ധർമ്മടം തുരുത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ഇവിടെ കുളിക്കുന്നത് അപകടം. അതിമനോഹരമായ ധർമ്മടം തുരുത്തിന്റെ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കംപ്ലീറ്റ് പൂയിയായി.
വാ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ നമുക്ക് അസ്തമന സൂര്യനെ കാണാം. തലശ്ശേരിക്കാരുടെ അഭിമാനമായ തലശ്ശേരിക്കടൽ. ഇവിടെയുള്ള അസ്തമയം നോക്കിയേ. ഇവിടെ ഈ ബീച്ചിൽ വന്നാൽ നിങ്ങൾക്ക് കടലിന്റെ ഭംഗി ആസ്വദിക്കാൻ മാത്രമല്ല കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പാർക്കും ഇവിടെയുണ്ട്. ഈ വെക്കേഷൻ കാലത്ത് ഒരുപാട് ആൾക്കാർ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. കടൽ തീരത്തൂടെ ഒരുപാട് നടന്നത് കൊണ്ടായിരിക്കണം എനിക്ക് കുറച്ച് ക്ഷീണം തോന്നി. ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. കംപ്ലീറ്റ് പാൻറ്റെല്ലാം നനഞ്ഞു. കംപ്ലീറ്റ് എന്താ പൂയാന്ന് കാലിന് മുഴുവൻ. ഞാൻ കുറച്ച് നടന്ന് തളർന്നു. ഇതാ ഇവിടെ വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഈ കെട്ടിടങ്ങളൊക്കെ പാർക്കിന്റെ ഭാഗമാണ്. ഏതായാലും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. നിങ്ങൾക്ക് സുഖീനല്ലേ? അല്ലേ പോണ്ട മതി, പോണ്ട. എല്ലാം ചൂടില്ല എന്നെ. ചായ വരട്ടേന്ന്. ചായയൊക്കെ കുടിച്ച് ക്ഷീണം മാറ്റി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഈ ധർമ്മടം തുരുത്തിലെ ഒരു കാഴ്ച കൂടി കാണാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ ഞാനൊരു ബോട്ട് യാത്ര നടത്തി. നമുക്ക് അതിൻ്റെ കാഴ്ച അടുത്ത ദിവസം കാണാം.